നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഒക്കലിൽ 9 ആശാവർക്കർമാർ INTUCയിലേക്ക്. സർക്കാർ തുടരുന്ന അവഗണന സഹിക്കാതെയാണ് ഈ മാറ്റം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ ആശാവർക്കർമാരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ഒക്കലിൽ നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു ആശാവർക്കർമാരുടെ ചുവടുമാറ്റം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര ഒക്കലിലെത്തിയപ്പോൾ ആശാവർക്കർമാർ നടത്തുന്ന സഹന സമരത്തിന്റെ നിറം മാറുന്നു. ഒക്കലിൽ 9 ആശാവർക്കർമാർ INTUCയിലേക്ക് ചുവടുമാറി. ഇടത് സർക്കാർ തുടരുന്ന കടുത്ത അവഗണന സഹിക്കാതെയാണ് ഈ മാറ്റം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ ആശാവർക്കർമാരെ പൊന്നാടയണിച്ച് സ്വീകരിച്ചു. മഹിളാ സാഗസ് കേരള യാത്രയ്ക്ക് ഒക്കലിൽ നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു ആശാവർക്കർമാരുടെ ചുവടുമാറ്റം. ഒക്കൽ കേരള ഫുട്ബോളിന് സമീപം ഒരുക്കിയ സ്വീകരണ സമ്മേളനം മൈനോറിറ്റി സെൽ ചെയർമാൻ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ നെഞ്ചിലേറ്റി സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഇന്ത്യക്ക് കരുത്ത് പകർന്നുക വനിതകൾ. ആ വനിതകളുടെ ആധുനിക കാലഘട്ടത്തിലെ ശാക്തീകരണത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, ഇന്ന് സമൂഹത്തിലെ അടരാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിന് അനീതിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയാണ് ഈ സാഹസിക യാത്ര കടന്നു വരുന്നത്. JB മേത്തറെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. ഞങ്ങളും ചെറിയ ബന്ധുക്കളാണ്. PO ബാബാ സാഹിബ് അടക്കം എൻ്റെ പിതാവൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇതേപോലെ നമ്മളൊക്കെ ഒരുപക്ഷെ എല്ലാവരും ജനിക്കുന്നതിന് മുന്നേ തന്നെ 67-68 കാലഘട്ടങ്ങളിൽ ഒരു പദയാത്രയായി ഈ നോമ്പ് കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചെങ്കിൽ അതിനെയൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലും അന്ന് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നെങ്കിലും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ മുന്നൊരുക്കം നടത്തുന്നതിന് വേണ്ടിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഈ ആനുകാലിക കാലഘട്ടത്തിൽ വർഗീയമായി ഫാസിസമായി ഒരു കോർപ്പറേറ്റ് ഭരണകൂടങ്ങളും ഏകാധിപത്യ ഭരണങ്ങളും ഒക്കെ അതിൻ്റെ ഒരു വല്ലാത്ത പ്രയാസവും പ്രതിസന്ധിയും പൊതുസമൂഹം അനുഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും അനുഭവിക്കുന്ന വിഭാഗം വനിതകൾ തന്നെയാണ്. മഹിളാ കോൺഗ്രസ് ഒക്കൽ മണ്ഡലം പ്രസിഡന്റ് അമ്പിളി ജോഷി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ JB മേത്തറെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മഹിളാ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു ജാഥ സാഹസ് യാത്ര എല്ലാ മണ്ഡലങ്ങളിലൂടെയും യാത്ര നടത്തിയിട്ടുണ്ടാകും. പക്ഷേ എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോവുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. സോറി കേട്ടോ, ബ്ലോക്ക് പ്രസിഡന്റ് ഷാജിക്ക, ഞാൻ ചിലരുടെയൊക്കെ പേര് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, സോറി, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, എല്ലാവരുടെയും പേരെടുത്ത് പറയാത്തതിൽ. കാരണം പെട്ടെന്ന് നമുക്ക് പരിപാടികൾ സമയം നീളും, അതുകൊണ്ടാണ്. ബാബുചേട്ടൻ്റെ, ബ്രായിക്കൻ്റെ, ശശിചേട്ടൻ എല്ലാവരും ഉണ്ട്. സോറി മമ്മൂഞ്ഞിക്ക, ഏറ്റവും ബഹുമാനപ്പെട്ട മമ്മൂഞ്ഞിക്ക, കൂവപ്പടി പ്രസിഡന്റ് ഉണ്ട്, മായേച്ചി, എല്ലാവരെയും. അപ്പോൾ നമ്മുടെ മഹിളാ പ്രസിഡന്റ് നയിക്കുന്ന ഈ ജാഥയ്ക്ക് ഏറ്റവും ആദ്യം നല്ല ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ്. കാരണം നമ്മുടെ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെയെല്ലാമാണ് ഈ ജാഥ. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും നല്ലൊരു പരിപാടിയായിരുന്നു നമ്മുടെ ഉത്സാഹ്. എറണാകുളത്ത് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച ആ പരിപാടിയെ പറ്റി ഇന്നും അത് നമുക്ക് ഓർമ്മിക്കാവുന്നതും പലരും പറയുന്ന കാരണമാണ്. കാരണം രാഹുൽജി പങ്കെടുത്ത ആ പരിപാടിയിൽ നമ്മളെല്ലാവരും ബസ് വിളിച്ച് പോയതാണ്. കാരണം എത്രമാത്രം വനിതകളാണ് അവിടെ പങ്കെടുത്തതെന്ന് അവിടെ വന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ കോൺഗ്രസ് നേതാക്കളായാലും ഞെട്ടിപ്പോയി. ഇത്രയും വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് നയിച്ച ഒരു പരിപാടിയായിരുന്നു ഉത്സാഹ്. അതിനുശേഷം ഇപ്പൊ പ്രസിഡന്റ് നമ്മുടെ സാഹസ് യാത്ര നടത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്കാരിന്റെ ഒരുപാട് ജനദ്രോഹ നയങ്ങളുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആനുകാലികമായിട്ടുള്ളതാണ് നമ്മുടെ ആശാപ്രവർത്തകരുടെ സമരം. നമ്മുടെ മഹിളകളായ ആശാപ്രവർത്തകര് സ്വന്തം വേതനത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ് സെക്രട്ടേറിയറ്റിന്റെ പതിക്കൽ. ഒത്തിരി ദിവസങ്ങളായി നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും മഹിളാ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും എല്ലാം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലതരം പരിപാടികൾ നടത്തി കഴിഞ്ഞു. ഇതിലൊരു സന്തോഷമുള്ളൊരു നിമിഷം കൂടിയുണ്ട്, ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അത് ജില്ലാ പ്രസിഡന്റ് വിശദമായിട്ട് പറയും. എന്നാലും നമ്മുടെ ആശമാരിൽ നമ്മുടെ ഒക്കൽ മണ്ഡലത്തിലെ 7 ആശമാര് നമ്മുടെ
സംഘടനയിലേക്ക് ഈ നിമിഷം വരുന്നുണ്ട്. അതിനെല്ലാവരുടെയും പേരിൽ ആശമാരെ അഭിനന്ദിക്കുകയാണ്. കാരണം അവർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരുടെ പേരുകൾ ഇവിടെ പറയുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ TA, ഒക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സാജൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോളി ബെന്നി, സെക്രട്ടറി സിസിലി ഇയോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CT ബാബു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിനിഷ്, പഞ്ചായത്ത് മെമ്പർമാരായ സാബു മൂലൻ, രാജേഷ് മാധവൻ, NO ഷൈജൻ, സനൽ, ലിസി ജോണി, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AC ചന്ദ്രൻ, നേതാക്കളായ MM ജേക്കബ്, PH ഇബ്രാഹിം, VB ശശി, യൂനസ്, ജിമ്മി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസിന് ഏറ്റവും കരുത്തുള്ള പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ് ഒക്കൽ പഞ്ചായത്ത്. നമ്മൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ നമുക്ക് വലിയ കരുത്തോടുകൂടി ജയിക്കണം. 51% സീറ്റും സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. സ്ത്രീകൾ വോട്ട് ചെയ്താലാണ് കോൺഗ്രസ് ജയിക്കൂ. സ്ത്രീകൾ ജയിച്ചാലാണ് നമുക്ക് ഭരിക്കാൻ കഴിയും. ഈ സമൂഹത്തിൽ സ്ത്രീകളെ ശക്തരാക്കുവാൻ വേണ്ടിയും വനിതാ മുന്നേറ്റം സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ടാണ് ആദരണീയായ ജെബി മേത്തർ സാഹസ് യാത്രയുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഈ യാത്ര ഉജ്ജ്വല യാത്രയായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് VK മിനിമോൾ, എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുനില സിബി, അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ, സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ, ജനറൽ സെക്രട്ടറിമാരായ ഷീബ രാമേന്ദ്രൻ, സൈബ താജുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറിമാരായ വിജയമ്മ ബാബു, രാജലക്ഷ്മി, പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു അബീഷ്, കുറുപ്പമ്പടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് JB സജി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു ടീച്ചർ, മുന്താസ് ടീച്ചർ, ജില്ലാ ഭാരവാഹികളായ മോളി തോമസ്, രാജി സുമേഷ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം. വാനിലുയരെ കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മൾ ഒത്തു നീങ്ങിടും. ജ്വലിക്കട്ടെ ശ്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല നാമിനി തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രവർത്തകർ ജെബി മേത്തർക്ക് പിന്നിൽ അണിനിരക്കുന്നത്. കാസർഗോഡ് നിന്ന് ജനുവരി 4-ലാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ NB നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര ആരംഭിച്ചത്. കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര പെരുമ്പാവൂരിലെത്തിയത്. സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ മഹിളാ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ജെബി മേത്തർ പറഞ്ഞു. ജ്വലിക്കട്ടെ സ്ത്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ലിനി നാം തെല്ലും കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് കേരളത്തിലെ 1474 മണ്ഡലങ്ങളിലേക്കും 941 പഞ്ചായത്തുകളിലേക്കും 86 മുനിസിപ്പാലിറ്റികളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കുമായി 162 ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത്. ഇത് 39ാമത്തെ ദിവസമാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒക്കൽ പഞ്ചായത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മറ്റെല്ലായിടത്തും പറയുന്ന പോലെ UDF-നെയും കോൺഗ്രസിനെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്നല്ല ആക്ച്വലി പറയുന്നത്. ഇതൊരു ശക്തി കേന്ദ്രമാണ്. എന്നും ഒക്കൽ പഞ്ചായത്തൊക്കെ മറ്റുള്ള പഞ്ചായത്തുകൾക്ക് മാതൃകയാണ്. എങ്കിൽ പോലും ഏറ്റവും നല്ല ഉജ്ജ്വല വിജയത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. കാരണം ജനം തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസിനെയും UDF-നെയും വിജയിപ്പിക്കാൻ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നും UDF-നോടൊപ്പം നിൽക്കുന്ന ഈ ഒക്കൽ പഞ്ചായത്ത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF കോൺഗ്രസ് ജയിക്കട്ടെ
എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കേരളത്തിലെ ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ സമ്മതിക്കുകയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 162 ദിവസങ്ങളിലൂടെ യാത്ര പൂർത്തിയാകും. 1474 മണ്ഡലങ്ങളിലും 944 പഞ്ചായത്തുകളിലും 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും മഹിളാ സാഗസ് കേരള യാത്ര കടന്നു ചെല്ലും. ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളോട് സംബന്ധിച്ച് തന്നെ അറിയാനും പരിഹരിക്കാനും ഈ യാത്ര ഉപകരിക്കുന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.